എല്ലാവർക്കും ഇമ്മാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ പലരും ചെയ്യാറുള്ളതായിരിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ലോങ് ജേർണി പോവുകയാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദാഹിക്കും. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ വെള്ളം വെച്ച് ഫില്ല് ചെയ്ത് നിങ്ങൾ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ദാഹിച്ച സമയത്ത് ചിലപ്പോൾ ആ മുഴുവൻ വെള്ളവും കുടിച്ചില്ലായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങളുടെ ജേർണിയൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങൾ വണ്ടിക്കകത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നു വെച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ നിങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. സോ നിങ്ങൾ വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നുപോയി. സോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ തവണ എടുത്ത വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. സോ സപ്പോസ് നിങ്ങൾക്ക് ദാഹിക്കുകയാണെന്ന് വെച്ചു. സോ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു പഴയ വാട്ടർ ബോട്ടിലാണ്. നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ദാഹിച്ച് കുറച്ചെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്നായിരിക്കും നിങ്ങൾ ആ സമയത്ത് വിചാരിക്കുന്നത്. സോ ആ സമയത്ത് പഴയ ബോട്ടിലെന്ത് പുതിയ ബോട്ടിലെന്ത് ആ സമയത്ത് നിങ്ങൾ കാണുന്ന വെള്ളം എടുത്ത് കുടിക്കുമായിരിക്കും. സോ അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് പ്രശ്നം? ആൻഡ് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ആൻഡ് നിങ്ങളോട് ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒന്നും കുടിക്കരുതെന്ന്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്? സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറേ കാലം, അതായത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വെള്ളം വാട്ടർ ബോട്ടിൽ നിറച്ച് നമ്മുടെ വണ്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ വെള്ളത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിന് ആക്ച്വലി നമുക്ക് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ നന്നായിട്ട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്തുള്ള വെള്ളം ഏതാണെന്ന് നമ്മൾ നോക്കില്ല, നമ്മൾ അപ്പോൾ തന്നെ എടുത്ത് കുടിക്കും. നിങ്ങൾ വെള്ളക്കുപ്പി ഫുള്ളായി നിറച്ച് വെക്കും. ആൻഡ് നിങ്ങൾ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത് എടുക്കാൻ മറന്നു പോകും. ആൻഡ് അടുത്ത ദിവസം നിങ്ങൾ വാട്ടർ ബോട്ടിൽ വേറെ ഒരെണ്ണം ഫില്ല് ചെയ്യാൻ മറന്നു പോകുന്നു. ആൻഡ് നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം വണ്ടിക്കകത്തുള്ള ചൂടും കൊണ്ട് അത് അവിടെ ഇരിപ്പുണ്ട്. സോ അത് നിങ്ങൾ കുടിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? നമുക്ക് നോക്കിക്കളയാം. നിങ്ങൾ അങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, വണ്ടിയുടെ ഉള്ളിൽ നിങ്ങൾ വെള്ളം വെച്ചിട്ട് പോവുകയാണെങ്കിൽ, അതും കുറച്ച് ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ, മെയിൻ പ്രശ്നം പറയുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത്. എസ്പെഷ്യലി നല്ല ചൂടുള്ള ദിവസത്തിലാണ് നിങ്ങൾ ആ ഒരു വെള്ളം വണ്ടിക്കകത്ത് വെക്കുന്നതെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് കണ്ടമാനം ഗ്രോ ചെയ്യും. കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാറിനെ ഒരു മിനി ഗ്രീൻ ഹൗസ് ആയിട്ട് കരുതുക. സൺലൈറ്റ് അതിന്റെ വിൻഡോസിൽ കൂടെ അകത്തേക്ക് വരുന്നു ആൻഡ് അകം മുഴുവൻ ചൂടാകുന്നു. ആൻഡ് പലവിധ മൈക്രോ ഓർഗാനിസംസിന് വളരുവാൻ വേണ്ട ഒരു പെർഫെക്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിട്ട് അത് മാറും. സോ ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സ്റ്റഡീസ് ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു വാട്ടർ ബോട്ടിലുള്ള ബാക്ടീരിയ കൗണ്ട് എസ്പെഷ്യലി വാം ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യും. ഇതിന്റെ കോമൺ കൾപ്രിറ്റുകൾ എന്ന് പറയുന്നത് കോളി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ബാക്ടീരിയാസ്. അതായത് നമ്മൾ ഇനീഷ്യലി ആ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ വായിക്കകത്തുള്ള ബാക്ടീരിയയും കൂടി ആ ഒരു വാട്ടർ ബോട്ടിലകത്തോട്ട് മിക്സ് ആവും. സോ ചൂടായിട്ടുള്ള ദിവസങ്ങളിൽ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഒരു വെള്ളം വണ്ടിക്കകത്ത് ഇനിയും കുറെ ദിവസങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ആക്ച്വലി ഇനിയും ആംപ്ലിഫൈ ആവുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം കൂടുതൽ അത് വണ്ടിക്കകത്ത് ഇരിക്കുന്നോ അത്രത്തോളം കൂടുതൽ ബാക്ടീരിയാസ് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഒരു കണ്ടാമിനേറ്റഡ് വാട്ടർ നിങ്ങൾ കുടിക്കുന്ന വഴി നിങ്ങൾക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടായേക്കാം. ലൈക്ക് വയറുവേദന, നോസിയ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ ഡയറിയ. ആൻഡ് ചില കേസുകളിൽ മാത്രം ഇപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിവിയർ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വെറുതെ ആ ഒരു വെള്ളത്തിന്റെ ഒരു സിപ്പ് കുടിച്ചാൽ ഡൈജസ്റ്റീവ് ഡിസ്കംഫർട്ടിന്റെ ഒരു ലോകത്തിലേക്ക് തന്നെ അത് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വില്ലനായിട്ട് വരുന്നത് ബാക്ടീരിയ മാത്രമല്ല, കെമിക്കൽ ലീച്ചിങ്. ഈ ഒരു പണി തരുന്നത് നിങ്ങളുടെ ആ ഒരു വാട്ടർ ബോട്ടിലാണ്. മിക്ക സിംഗിൾ യൂസ് വാട്ടർ ബോട്ടിലുകളിലും ഉണ്ടാക്കിയിരിക്കുന്നത് PET അഥവാ പോളി ഇഥിലൈൻ ടെറിഫ്തലേറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ വെച്ചിട്ടാണ്. ഈ പ്ലാസ്റ്റിക്സ് ആക്ച്വലി അതിന്റെ ഇന്റൻഡഡ് യൂസിന് വേണ്ടി സേഫ് ആണ്. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്സിന് വെള്ളത്തിലോട്ട് ലീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി വളരെ ചൂടത്ത് നമ്മൾ ഇതിനെ കുറെ നേരത്തേക്ക് എക്സ്പോസ് ചെയ്ത് വെക്കുന്ന സമയത്ത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ കാറിനകത്തുള്ള ചൂട് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് ഈ ഒരു പ്രോസസ്സിനെ വീണ്ടും ഫാസ്റ്റ് ആണ്. ആന്റിമണി, അതുപോലെ ബിസ്ഫെനോൾ എ അഥവാ BPA പോലത്തെ കെമിക്കൽസിന് വെള്ളത്തിലോട്ട് ലീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. BPA ഇപ്പോൾ മോഡേൺ ആയിട്ട് ഇറങ്ങുന്ന വാട്ടർ ബോട്ടിൽസിൽ അത്ര കോമൺ അല്ല എങ്കിലും അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് സ്റ്റിൽ പ്രസന്റ് ആയിരിക്കും. വെള്ളവുമായിട്ട് മിക്സ് ആവുന്ന ഈ ഒരു കെമിക്കൽസിന്റെ അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ബട്ട് ക്രോണിക് എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ കുറവ് എമൗണ്ട്സിനാണെങ്കിലും അത് ഒരു കൺസേൺ ആണ്. ആന്റിമോണി എന്ന് പറഞ്ഞ കെമിക്കലിന് സ്റ്റമക്ക് ഇഷ്യൂസ് ഉണ്ടാക്കാം. ആൻഡ് BPA എന്ന് പറയുന്നത് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കാം. ആൻഡ് നിങ്ങൾ ഈ ഒരു സിംഗിൾ യൂസ് വാട്ടർ ബോട്ടിൽസ് വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഹീറ്റുമായിട്ട് എക്സ്പോസ് ചെയ്തതാണെങ്കിൽ, ഈ ഒരു കെമിക്കൽ ലീച്ചിങ്ങിന്റെ റിസ്ക് അത് കൂട്ടുന്നു.
ആൻഡ് ഓൾസോ അതിനുള്ളിൽ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് സ്ക്രാച്ചസും ക്രിയേറ്റ് ആവും. ആൻഡ് അതിനുള്ളിൽ ബാക്ടീരിയയ്ക്ക് ത്രൈവ് ചെയ്യാനായിട്ടും പറ്റും. എന്തുകൊണ്ടാണ് ആ ഒരു വെള്ളം കുടിക്കണ്ട എന്ന് പറയുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബട്ട് ഇതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജുകൾ ഉണ്ടോ? റിയൽ അഡ്വാൻറ്റേജസ് കണ്ടുപിടിക്കാനായിട്ട് അത്യാവശ്യം ടഫാണ്. ബട്ട് ഇതിന്റെ ഒരു ഒറ്റ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൺവീനിയൻസ്. അതായത് നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ദാഹത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗം. ബട്ട് ഇതുകൊണ്ട് ആക്ച്വലി സംഭവിക്കുന്നത് ആ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ദാഹം മാറി കിട്ടുമെങ്കിലും ചിലപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ വലിയ ഒരു വേദനയായി മാറിയേക്കാം. സോ നിങ്ങളിത് ഇങ്ങനെ ചിന്തിക്കുക, എന്തിനാണ് നിങ്ങൾ ആ ഒരു വളരെ ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞ വളരെ ചൂടായ ആ ഒരു വെള്ളം കുടിക്കുന്നത്? കെമിക്കൽസ് ഒക്കെ മിക്സ് ആയ ആ ഒരു വെള്ളം കുടിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക. സോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോവുക. ആൻഡ് എപ്പോഴും ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ വാട്ടർ ബോട്ടിലും എപ്പോഴും ഫ്രഷ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. സോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ BPA ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് യൂസ് ചെയ്യുക. അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് സിംഗിൾ യൂസിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, നിങ്ങൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതായത് സിംഗിൾ യൂസിന് ശേഷം വീണ്ടും ഉപയോഗിക്കുന്നത് മാക്സിമം നിർത്തുക. കാരണം അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് സിംഗിൾ യൂസിന് വേണ്ടി മാത്രമാണ്. അതിനകത്തായിരിക്കും ഈ ഒരു കെമിക്കൽ ലീച്ചിങ് ഒക്കെ നടക്കുന്നത്. സോ പരമാവധി അത് വീണ്ടും യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് BPA ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസും ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു വെള്ളം മുഴുവനായി തന്നെ നിങ്ങൾ കുടിച്ച് തീർക്കുക. ആൻഡ് കുടിച്ച് തീർത്തിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ വെച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ റീഫിൽ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു വെള്ളം അധികം ചൂടത്തൊന്നും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വണ്ടിക്കകത്ത് കുറേ നാളായിട്ട് വെള്ളവും ഇരിപ്പുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ എടുത്ത് മാറ്റി കളഞ്ഞുള്ളൂ. സോ നിങ്ങൾക്ക് അതിൻ്റെ റിസ്കുകളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.